ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ഒരു വർഷം കൊണ്ട് ചരിത്ര വിഷയാടിസ്ഥാനത്തിലുള്ള സമ്പൂർണ്ണ ബൈബിൾ വായന 175 ദിവസം. പ്രവാചക ദൗത്യം. ഇന്നേ ദിവസം നമ്മൾ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 6-7 അധ്യായങ്ങൾ, ഹോസിയയുടെ പുസ്തകം 4, 5, 6, 7 അധ്യായങ്ങൾ, സങ്കീർത്തനങ്ങൾ 103-ാം അധ്യായം എന്നിവ വായിക്കുന്നു. ആരാം രാജാവ് ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ എലീഷ പ്രവാചകൻ നൽകിയ മുന്നറിയിപ്പുകൾക്കനുസരിച്ച് സൈന്യത്തെ നീക്കി ആരാംകാരെ തോൽപ്പിക്കുന്ന ചരിത്രവും രൂക്ഷമായ ക്ഷാമത്താൽ ഇസ്രായേല്യർ വലയുകയും ചെയ്യുന്ന വിവരണങ്ങളും ഇന്ന് നാം വായിക്കുന്നു. സുവിശേഷത്തിൻ്റെ നല്ല വെളിച്ചം ലോകം മുഴുവനിലും പകർന്നു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടെന്നും സുവിശേഷം പങ്കുവയ്ക്കുവാനുള്ള ഒരു ദാഹം പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങളിലേക്ക് വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനും തിരുവചനം നമ്മെ പ്രചോദിപ്പിക്കുന്നു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 6-ാം അധ്യായം. കോടാലി പൊക്കിയെടുക്കുന്നു. പ്രവാചകഗണം എലീഷായോട് പറഞ്ഞു, ഇതാ അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് വളരെ പരിമിതമാണ്. നമുക്ക് ജോർദാൻ വരെ ചെന്ന് അവിടെ താമസിക്കുന്നതിന് അവിടെ നിന്ന് ഓരോരുത്തർക്കും ഓരോ തടിയെടുത്ത് ഒരു പാർപ്പിടം പണിയാം. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കൊള്ളുവേ. അപ്പോൾ അവരിൽ ഒരുവൻ പറഞ്ഞു, ദയവായി അങ്ങും അങ്ങയുടെ ഈ ദാസന്മാരോടുകൂടെ വന്നാലും. ഞാൻ വരാം, അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം അവരോടുകൂടെ പോയി. അവർ ജോർദാനിലെത്തി മരങ്ങൾ മുറിച്ചു. ഒരാൾ തടി വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഇരുമ്പ് കോടാലി വെള്ളത്തിലേക്ക് വീണു. അയ്യോ എൻ്റെ യജമാനനെ, അത് കടം വാങ്ങിയതായിരുന്നു എന്ന് അവൻ നിലവിളിച്ചു പറഞ്ഞു. ദൈവപുരുഷൻ ചോദിച്ചു, എവിടെയാണ് അത് വീണത്? അവർ ആ സ്ഥലം അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. അദ്ദേഹം ഒരു കമ്പ് വെട്ടിയെടുത്ത് അവിടേക്ക് എറിഞ്ഞപ്പോൾ ഇരുമ്പ് കോടാലി പൊങ്ങി വന്നു. നീ തന്നെ എടുക്കുക, അദ്ദേഹം പറഞ്ഞു. അവൻ കൈനീട്ടി അതെടുത്തു. ആരാമിനെ തോൽപ്പിക്കുന്നു. ഒരിക്കൽ ആരാം രാജാവ് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുകയായിരുന്നു. രാജാവ് തൻ്റെ ഭൃത്യന്മാരുടെ ഉപദേശം തേടിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ താവളങ്ങൾ ഇന്ന ഇന്ന സ്ഥലത്തായിരിക്കും. അപ്പോൾ ഇസ്രായേൽ രാജാവിൻ്റെ അടുത്തേക്ക് ദൈവപുരുഷൻ ഒരാളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അയച്ചു, നീ ഈ സ്ഥലത്തേക്ക് കടക്കുന്നത് ശ്രദ്ധിച്ചു വേണം, കാരണം ഇവിടേക്കാണ് ആരാംകാർ മുന്നേറുന്നത്. ദൈവപുരുഷൻ തന്നോട് പറയുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്ത സ്ഥലത്തേക്ക് ഇസ്രായേൽ രാജാവ് സൈന്യത്തെ അയച്ചു. അങ്ങനെ അവിടെ അവൻ സംരക്ഷിക്കപ്പെട്ടു. ഇപ്രകാരം സംഭവിച്ചത് 1-2 പ്രാവശ്യമായിരുന്നില്ല. ഇക്കാരണത്താൽ ആരാം രാജാവിൻ്റെ മനസ്സ് ക്ഷുഭിതമായി. അവൻ തൻ്റെ ഭൃത്യന്മാരെ വിളിച്ച് അവരോട് ചോദിച്ചു, നമ്മുടെ ഇടയിൽ നിന്ന് ഇസ്രായേൽ രാജാവിന് വേണ്ടി ആരാണുള്ളത്? നിങ്ങൾ എന്നോട് പറയുകയില്ലേ? അവൻ്റെ ഭൃത്യന്മാരിൽ ഒരുവൻ പറഞ്ഞു, എൻ്റെ യജമാനായ രാജാവേ, ആരുമില്ല. എന്നാൽ ഇസ്രായേലിലുള്ള പ്രവാചകനായ എലീഷയാണ് അങ്ങയുടെ കിടപ്പറയിൽ അങ്ങ് സംസാരിക്കുന്ന കാര്യങ്ങൾ ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നത്. അവൻ പറഞ്ഞു, ഞാൻ ആളയച്ച് അവനെ പിടിക്കേണ്ടതിന് നിങ്ങൾ പോയി അവൻ എവിടെയാണെന്ന് കണ്ടെത്തുവിൻ. അങ്ങനെ ഇതാ അവൻ ദോഥാനിലുണ്ട് എന്ന് അവന് അറിവ് കിട്ടി. അവൻ കുതിരകളെയും രഥത്തെയും ഒരു വലിയ സൈന്യത്തെയും അവിടേക്ക് അയച്ചു. അവർ രാത്രി വന്ന് നഗരം വളഞ്ഞു. ദൈവപുരുഷൻ്റെ സേവകൻ അതിരാവിലെ ഉണർന്നെഴുന്നേറ്റ് പുറത്തേക്ക് വന്നു. ഇതാ സൈന്യം കുതിരയോടും രഥത്തോടുമൊപ്പം നഗരം വളഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭൃത്യൻ അദ്ദേഹത്തോട് പറഞ്ഞു, അയ്യോ യജമാനനെ, നാം എന്താണ് ചെയ്യുക? അവൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, നമ്മോടൊപ്പമുള്ളവർ അവരോടൊപ്പമുള്ളവരേക്കാൾ കൂടുതലാണല്ലോ. എലീഷ പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവെ, ഇവൻ്റെ കണ്ണുകൾ തുറക്കണമേ, ഇവൻ കാണട്ടെ. കർത്താവ് ആ ഭൃത്യൻ്റെ കണ്ണുകൾ തുറന്നു. അപ്പോൾ അവൻ കണ്ടു, എലീഷായ്ക്ക് ചുറ്റുമായി ആഗ്നേയരഥവും കുതിരകളും കൊണ്ട് ആ മല നിറഞ്ഞിരിക്കുന്നു.
അവർ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ എലീഷ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ജനതയെ ക്ഷിപ്രാന്തത കൊണ്ട് പ്രഹരിക്കണമേ. എലീഷയുടെ വാക്കനുസരിച്ച് അവിടുന്ന് അവരെ ക്ഷിപ്രാന്തത കൊണ്ട് പ്രഹരിച്ചു. അപ്പോൾ എലീഷ അവരോട് പറഞ്ഞു, ഇതല്ല ആ വഴി, ആ പട്ടണവും ഇതല്ല, എന്നെ അനുഗമിക്കുക. നിങ്ങൾ അന്വേഷിക്കുന്നവൻ്റെ അടുത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. അദ്ദേഹം അവരെ സമറിയയിലേക്ക് നയിച്ചു. അവർ സമറിയയിൽ പ്രവേശിച്ചപ്പോൾ എലീഷ പറഞ്ഞു, കർത്താവെ, ഇവരുടെ കണ്ണുകൾ തുറക്കണമേ, ഇവർ കാണട്ടെ. കർത്താവ് അവരുടെ കണ്ണുകൾ തുറന്നു. ഇതാ തങ്ങൾ സമറിയയുടെ മധ്യത്തിലാണ് എന്നവർ കണ്ടു. അവരെ കണ്ടപ്പോൾ ഇസ്രായേൽ രാജാവ് എലീഷയോട് പറഞ്ഞു, ഞാൻ അവരെ കൊല്ലട്ടെ? എൻ്റെ പിതാവെ, ഞാൻ അവരെ കൊല്ലാം. അദ്ദേഹം പറഞ്ഞു, കൊല്ലരുത്. നിന്റെ വാളുകൊണ്ടും വില്ലുകൊണ്ടും നീ അടിമയായി പിടിച്ചവനെ നീ കൊല്ലുമോ? അവർക്ക് മുമ്പിൽ ഭക്ഷണപാനീയങ്ങൾ വയ്ക്കുക. അവർ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും തങ്ങളുടെ യജമാനന്മാരുടെ അടുത്തേക്ക് പോവുകയും ചെയ്യട്ടെ. അവൻ അവർക്ക് വലിയ വിരുന്നൊരുക്കി. അവർ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞയക്കുകയും അവർ തങ്ങളുടെ യജമാനന്മാരുടെ അടുത്തേക്ക് പോവുകയും ചെയ്തു. പിന്നീട് ആരാംകാരുടെ സൈന്യം ഇസ്രായേൽ ദേശത്ത് വീണ്ടും വന്നില്ല. ആരാംകാർ വീണ്ടും ആക്രമിക്കുന്നു. അനന്തരം ആരാം രാജാവായ ബെൻഹദാദ് തൻ്റെ പാളയത്തിലുള്ളവരെയെല്ലാം ഒരുമിച്ച് കൂട്ടി. അവർ കയറി വന്ന് സമറിയ വളഞ്ഞു. അപ്പോൾ സമറിയയിൽ രൂക്ഷമായ ക്ഷാമമുണ്ടായി. ഇതാ ഒരു കഴുതത്തലയ്ക്ക് 8 ഷെക്കൽ വെള്ളിയും കാൽഹവ് പ്രാവിൻ കാഷ്ടത്തിന് 5 ഷെക്കൽ വെള്ളിയും വിലയേറുന്നതുവരെ അത് ഉപരോധത്തിലായി. ഇസ്രായേൽ രാജാവ് കോട്ടയുടെ മീതെ നടക്കുമ്പോൾ ഒരു സ്ത്രീ അവനോട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, എൻ്റെ പ്രഭു രാജാവെ രക്ഷിക്കണമേ. അവൻ പറഞ്ഞു, കർത്താവ് നിന്നെ സഹായിക്കുന്നില്ലെങ്കിൽ മെതിക്കളത്തിൽ നിന്നോ മുന്തിരിച്ചക്കിൽ നിന്നോ ഞാൻ നിന്നെ എങ്ങനെ സഹായിക്കും? രാജാവ് അവളോട് ആരാഞ്ഞു, നിനക്കെന്തു പറ്റി? അവൾ പറഞ്ഞു, ഈ സ്ത്രീ എന്നോട് പറഞ്ഞു, നിൻ്റെ മകനെ തരിക, ഇന്ന് നമുക്ക് അവനെ തിന്നാം, നാളെ നമുക്ക് എൻ്റെ മകനെ തിന്നാം. അങ്ങനെ ഞങ്ങൾ എൻ്റെ മകനെ വേവിച്ചു തിന്നു. അടുത്ത ദിവസം ഞാൻ അവളോട് പറഞ്ഞു, നിൻ്റെ മകനെ തരിക, നമുക്ക് അവനെ തിന്നാം. എന്നാൽ അവൾ തൻ്റെ മകനെ ഒളിപ്പിച്ചു കളഞ്ഞു. ആ സ്ത്രീയുടെ വാക്കുകൾ കേട്ടപ്പോൾ രാജാവ് തൻ്റെ വസ്ത്രം കീറി. അവൻ അപ്പോഴും കോട്ടമുകളിൽ നടക്കുകയായിരുന്നു. ജനം കണ്ടു. ഇതാ ഉള്ളിൽ അവന് ചാക്കുവസ്ത്രമാണ് ഉണ്ടായിരുന്നത്. അവൻ പറഞ്ഞു, ഷാഫാത്തിൻ്റെ പുത്രൻ എലീഷയുടെ തല ഇന്ന് അവൻ്റെ മേൽ ശേഷിച്ചാൽ ദൈവം ഇപ്രകാരവും അതിലധികവും എന്നോട് ചെയ്യട്ടെ. എലീഷ തൻ്റെ വീട്ടിൽ ഇരിക്കുകയായിരുന്നു. ശ്രേഷ്ഠന്മാരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. രാജാവ് ഒരുവനെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. ആ ദൂതൻ അവൻ്റെ അടുത്ത് വന്നെത്തുന്നതിന് മുമ്പ് എലീഷ ശ്രേഷ്ഠന്മാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ കൊലയാളിയുടെ പുത്രൻ എൻ്റെ തല ഛേദിക്കാൻ ആളയച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? ശ്രദ്ധിക്കുവിൻ. ആ ദൂതൻ വരുമ്പോൾ വാതിലടച്ച് നിങ്ങളവനെ വാതിൽക്കൽ തടഞ്ഞു നിർത്തുവിൻ. അവൻ്റെ യജമാനൻ്റെ കാലടി ശബ്ദമല്ലേ അവൻ്റെ പിന്നിൽ. അവരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതാ ആ ദൂതൻ അവൻ്റെ അടുത്തേക്ക് ഇറങ്ങി വന്നു പറഞ്ഞു, ഇതാ ഈ ദുരിതം കർത്താവിൽ നിന്നാണ്. ഞാൻ ഇനിയും എന്തിന് കർത്താവിനായി കാത്തിരിക്കണം? രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 7-ാം അധ്യായം. എലീഷ പറഞ്ഞു, കർത്താവിൻ്റെ വചനം കേൾക്കുവിൻ. കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, നാളെ ഈ സമയത്ത് സമറിയയുടെ പടിക്കൽ ഒരു സെയ നേരിയ മാവിന് 1 ഷെക്കലും 2 സെയ ബാർലിക്ക് 1 ഷെക്കലും ആയിരിക്കും. രാജാവിന് കൈത്താങ്ങായിരുന്ന അകമ്പടി സേവകൻ ദൈവപുരുഷനോട് പ്രത്യുത്തരിച്ച് ഇങ്ങനെ പറഞ്ഞു, ഇതാ കർത്താവ് ആകാശത്തിൽ വാതായനങ്ങൾ ഉണ്ടാക്കിയാലല്ലേ ഇക്കാര്യം സംഭവിക്കൂ. അദ്ദേഹം പറഞ്ഞു, ഇതാ നീ തന്നെ നിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണും, എന്നാൽ അതിൽ നിന്ന് നീ ഭക്ഷിക്കുകയില്ല. 4 കുഷ്ഠരോഗികൾ പ്രവേശന കവാടത്തിങ്കൽ ഉണ്ടായിരുന്നു. അവർ പരസ്പരം പറഞ്ഞു, മരിക്കുന്നതുവരെ നാം എന്തിന് ഇവിടെ ഇരിക്കുന്നു? നഗരത്തിലേക്ക് പോകാം എന്ന് നമ്മൾ പറഞ്ഞാൽ നഗരത്തിൽ പട്ടിണിയാണ്, നമ്മൾ അവിടെ വെച്ച് മരിക്കും. എന്നാൽ നമ്മൾ ഇവിടെ ഇരുന്നാലും മരിക്കും. ഇപ്പോൾ വരുവിൻ, നമുക്ക് ആരാംകാരുടെ പാളയത്തിലേക്ക് ചെന്നു വീഴാം. അവർ നമ്മെ ജീവിക്കാൻ അനുവദിച്ചാൽ നമ്മൾ ജീവിക്കും, അവർ നമ്മെ കൊന്നാൽ നമ്മൾ മരിക്കും. ആരാംകാരുടെ പാളയത്തിലേക്ക് പോകാൻ സന്ധ്യയ്ക്ക് അവർ എഴുന്നേറ്റു. ആരാംകാരുടെ പാളയത്തിൻ്റെ പടിക്കലെത്തിയപ്പോൾ ഇതാ അവിടെ ഒരാളും ഉണ്ടായിരുന്നില്ല. രഥത്തിൻ്റെ ശബ്ദം, കുതിരയുടെ ശബ്ദം, വലിയ സൈന്യത്തിൻ്റെ ശബ്ദം എന്നിവ കർത്താവ് ആരാംകാരുടെ പാളയത്തെ കേൾപ്പിച്ചിരുന്നു. അവർ പരസ്പരം പറഞ്ഞു, ഇതാ നമുക്കെതിരെ നീങ്ങാൻ ഹിത്യരുടെ രാജാക്കന്മാരെയും ഈജിപ്തിലെ രാജാക്കന്മാരെയും ഇസ്രായേൽ രാജാവ് നമുക്കെതിരായി കൂലിക്കെടുത്തിരിക്കുന്നു. അതിനാൽ സന്ധ്യയ്ക്ക് എഴുന്നേറ്റ് അവർ തങ്ങളുടെ കൂടാരങ്ങളും കുതിരകളെയും കഴുതകളെയും പാളയത്തിൽ അതുപോലെ തന്നെ ഉപേക്ഷിച്ച് സ്വജീവനു വേണ്ടി പലായനം ചെയ്തു. ആ കുഷ്ഠരോഗികൾ പാളയത്തിനരികിൽ ചെന്നു.
അവർ ഒരു കൂടാരത്തിൽ പ്രവേശിച്ച് തിന്നുകയും കുടിക്കുകയും ചെയ്തു. അവർ അവിടെ നിന്ന് വെള്ളിയും സ്വർണവും വസ്ത്രങ്ങളും എടുത്തുകൊണ്ടുപോയി ഒളിച്ചുവെച്ചു. അവർ തിരിച്ചു വന്ന് മറ്റൊരു കൂടാരത്തിൽ കടന്ന് അവിടെ നിന്നും എടുത്തുകൊണ്ടുപോയി ഒളിച്ചുവെച്ചു. അവർ പരസ്പരം പറഞ്ഞു, ഇന്ന് നമ്മൾ ഈ ചെയ്യുന്നത് ശരിയല്ല. സദ്വാർത്തയുടെ ദിവസമാണിത്. നിശബ്ദരായി നമ്മൾ പ്രഭാത വെളിച്ചം വരെ കാത്തുനിന്നാൽ നമ്മൾ നേരിടുന്നത് ശിക്ഷയായിരിക്കും. അതിനാൽ വരുവിൻ, നമുക്ക് ചെന്ന് രാജകൊട്ടാരത്തിൽ ഈ വിവരം അറിയിക്കാം. അവർ ചെന്ന് നഗരകവാട പാലകരെ വിളിച്ച് അവരോട് ഇപ്രകാരം പറഞ്ഞു, ഞങ്ങൾ ആരാംകാരുടെ പാളയത്തിൽ ചെന്നിരുന്നു. ഇതാ അവിടെ കെട്ടിയിട്ട കുതിരയും കെട്ടിയിട്ട കഴുതയും കൂടാരങ്ങൾ അതേപടിയുമല്ലാതെ ഒരുവനുമില്ല, മനുഷ്യ ശബ്ദവുമില്ല. കവാടപാലകർ രാജകൊട്ടാരത്തിൽ ഉച്ചസ്വരത്തിൽ വിവരമറിയിച്ചു. രാജാവ് രാത്രിയിൽ എഴുന്നേറ്റ് തൻ്റെ സേവകരോട് പറഞ്ഞു, നമ്മോട് ആരാം എന്താണ് ചെയ്തതെന്ന് ഞാൻ നിങ്ങളോട് വിവരിക്കാം. നമുക്ക് വിശക്കുന്നുവെന്ന് അവർക്കറിയാം. നമ്മൾ പട്ടണത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ ജീവനോടെ നമ്മെ പിടിക്കാമെന്നും പട്ടണത്തിൽ തങ്ങൾക്ക് പ്രവേശിക്കാമെന്നും പറഞ്ഞ് വയലിൽ ഒളിച്ചിരിക്കാൻ വേണ്ടി അവർ പാളയത്തിൽ നിന്ന് പുറത്തു പോയിരിക്കുകയാണ്. അവൻ്റെ സേവകന്മാരിൽ ഒരാൾ മറുപടിയായി പറഞ്ഞു, പട്ടണത്തിൽ അവശേഷിച്ചിരിക്കുന്ന കുതിരകളിൽ നിന്ന് 5 ചിലർ എടുക്കട്ടെ, നമുക്കവരെ അയച്ചു നോക്കാം. ഒന്നുകിൽ അവരിതാ പട്ടണത്തിൽ ശേഷിച്ചിരിക്കുന്ന എല്ലാ ഇസ്രായേൽ കൂട്ടവും പോലെയാകും, അല്ലെങ്കിൽ അവരിതാ അന്ത്യമടഞ്ഞ എല്ലാ ഇസ്രായേൽ കൂട്ടവും പോലെയാകും. അവർ 2 അശ്വരഥങ്ങൾ എടുത്തു. പോയി നോക്കുവിൻ എന്ന് പറഞ്ഞ് രാജാവ് ആരാം സൈന്യത്തിന് പുറകെ അവരെ അയച്ചു. ജോർദാൻ വരെ അവർ അവരുടെ പുറകെ പോയി. ഇതാ ആരാം തിടുക്കത്തിൽ വിട്ടെറിഞ്ഞ വസ്ത്രങ്ങളും ആയുധങ്ങളും കൊണ്ട് വഴിയെല്ലാം നിറഞ്ഞിരിക്കുന്നു. ദൂതന്മാർ മടങ്ങി വന്ന് രാജാവിനോട് വിവരമറിയിച്ചു. അപ്പോൾ ജനം പുറത്തു വന്ന് ആരാമിൻ്റെ പാളയം കൊള്ളയടിച്ചു. കർത്താവിൻ്റെ വാക്കുപോലെ 1 സെയ നേരിയ മാവിന് 1 ഷെക്കലും 2 സെയ ബാർലിക്ക് 1 ഷെക്കലുമായിരുന്നു. രാജാവ് തൻ്റെ കൈത്താങ്ങായിരുന്ന അകമ്പടി സേവകരെ പ്രവേശന കവാടത്തിൻ്റെ മേലാളാക്കിയിരുന്നു. ജനം അവനെ പടിവാതിൽക്കൽ ചവിട്ടിമെതിച്ചു. രാജാവ് ഇറങ്ങി വന്നപ്പോൾ ദൈവപുരുഷൻ അവനോട് പറഞ്ഞിരുന്നതുപോലെ തന്നെ അവൻ മരിക്കുകയും ചെയ്തു. നാളെ ഈ സമയം സമറിയായുടെ പ്രവേശന കവാടത്തിൽ 2 സെയ ബാർലിക്ക് 1 ഷെക്കലും 1 സെയ നേരിയ മാവിന് 1 ഷെക്കലുമായിരിക്കുമെന്ന് രാജാവിനോട് ദൈവപുരുഷൻ പറഞ്ഞപ്പോൾ അകമ്പടി സേവകൻ ദൈവപുരുഷനോട് മറുപടിയായി പറഞ്ഞിരുന്നു, ഇതാ കർത്താവ് ആകാശത്തിൽ വാതായനങ്ങൾ ഉണ്ടാക്കിയാലല്ലേ ഇക്കാര്യം സംഭവിക്കൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു, ഇതാ നീ തന്നെ നിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണും, എന്നാൽ അതിൽ നിന്ന് നീ ഭക്ഷിക്കുകയില്ല. അവന് അപ്രകാരം തന്നെ സംഭവിച്ചു. ജനം പടിവാതിൽക്കൽ അവനെ ചവിട്ടിമെതിക്കുകയും അവൻ മരിക്കുകയും ചെയ്തു. ഹോസിയയുടെ പുസ്തകം 4-ാം അധ്യായം. കർത്താവിൻ്റെ ആരോപണം. ഇസ്രായേല്യരെ, കർത്താവിൻ്റെ വാക്ക് കേൾക്കുവിൻ. കാരണം ദേശവാസികൾക്കെതിരെ കർത്താവിന് ഒരാരോപണമുണ്ട്. എന്തെന്നാൽ ദേശത്ത് വിശ്വസ്തതയില്ല, സ്നേഹമില്ല, ദൈവജ്ഞാനവുമില്ല. ആണയിടലും വഞ്ചനയും കൊലപാതകവും മോഷണവും വ്യഭിചാരവും നിയന്ത്രണാതീതമായിരിക്കുന്നു. അവർ രക്തപാതകത്തോട് രക്തപാതകം ചേർക്കുന്നു. അതിനാൽ ദേശം വിലപിക്കും. വയലിലെ മൃഗങ്ങളോടും ആകാശപ്പറവകളോടുമൊപ്പം അതിലെ ഓരോ നിവാസിയും ക്ഷയിക്കും. കടലിലെ മത്സ്യങ്ങൾ പോലും ഇല്ലാതാകും. എങ്കിലും ആരും തർക്കിക്കാതിരിക്കട്ടെ, ആരെയും കുറ്റപ്പെടുത്താതെയും ഇരിക്കട്ടെ. പുരോഹിത, നിനക്കെതിരെയാണ് എൻ്റെ ആരോപണം. പട്ടാപ്പകൽ നീ കാലിടറി വീഴും. പ്രവാചകനും രാത്രി നിന്നോടൊപ്പം കാലിടറും. നിൻ്റെ അമ്മയെ ഞാൻ നശിപ്പിക്കും. അജ്ഞത നിമിത്തം എൻ്റെ ജനം നശിച്ചു. നീ വിജ്ഞാനം തിരസ്കരിച്ചതുകൊണ്ട് എൻ്റെ പുരോഹിതനായിരിക്കുന്നതിൽ നിന്ന് നിന്നെ ഞാൻ തിരസ്കരിക്കും. നീ നിൻ്റെ ദൈവത്തിൻ്റെ നിയമം വിസ്മരിച്ചതുകൊണ്ട് ഞാനും നിൻ്റെ മക്കളെ വിസ്മരിക്കും. അവർ പെരുകിയതോടൊപ്പം എനിക്കെതിരെ പാപം ചെയ്യുകയും ചെയ്തു. അവരുടെ മഹിമ ഞാൻ അപമാനമായി മാറ്റും. എൻ്റെ ജനത്തിൻ്റെ പാപം അവർ ഭുജിക്കും. തങ്ങളുടെ ആത്മാവിനെ അവർ സ്വന്തം തിന്മയിലേക്ക് സംവഹിച്ചു. ജനം എങ്ങനെയോ അങ്ങനെയാകും പുരോഹിതനും. അവരുടെ മാർഗങ്ങൾക്ക് അവരെ ഞാൻ ശിക്ഷിക്കും. അവരുടെ പ്രവൃത്തികൾക്ക് ഞാൻ അവർക്ക് പ്രതിഫലം നൽകും. അവർ ഭക്ഷിക്കും, എന്നാൽ തൃപ്തരാകുകയില്ല. പരസംഗം ചെയ്യും, എന്നാൽ പെരുകുകയില്ല. കാരണം അവർ കർത്താവിനെ പരിത്യജിച്ചു. വ്യഭിചാരവും വീഞ്ഞും പുതുവീഞ്ഞും ബോധം അപഹരിക്കും. എൻ്റെ ജനം തടിക്കഷ്ണത്തോട് ആരായുന്നു. അവരുടെ ദണ്ട് അവന് ഉത്തരമരുളുന്നു. കാരണം വ്യഭിചാരത്തിൻ്റെ ആത്മാവ് അവരെ വഴിതെറ്റിച്ചു. തങ്ങളുടെ ദൈവത്തിൽ നിന്നകന്ന് അവർ
പരസംഗം ചെയ്തു. ഗിരികൾക്ക് മുകളിൽ അവർ ബലിയർപ്പിക്കുന്നു. കുന്നുകൾക്ക് മുകളിലും കരുവേലകത്തിൻ്റെയും പുന്നയുടെയും ആലിൻ്റെയും ചുവട്ടിലും അവർ അർച്ചന നടത്തുന്നു. കാരണം അവരുടെ തണൽ സുഖകരമാണ്. അതിനാൽ നിങ്ങളുടെ പുത്രിമാർ വേശ്യാവൃത്തി നടത്തുന്നു, നിങ്ങളുടെ ഭാര്യമാർ പരസംഗം ചെയ്യുന്നു. വേശ്യാവൃത്തി ചെയ്യുന്നതിന് നിങ്ങളുടെ പുത്രിമാരെയോ വ്യഭിചരിക്കുന്നതിന് നിങ്ങളുടെ ഭാര്യമാരെയോ ഞാൻ ശിക്ഷിക്കുകയില്ല. കാരണം പുരുഷന്മാർ തന്നെ വ്യഭിചാരിണികളോട് ചേരുന്നു, ദേവദാസികളോടൊത്ത് ബലിയർപ്പിക്കുന്നു. അറിവില്ലാത്ത ജനം നശിക്കും. ഇസ്രായേലെ, നീ പരസംഗം ചെയ്യുന്നെങ്കിലും യൂദ കുറ്റക്കാരനാകാതിരിക്കട്ടെ. ഗിൽഗാലിൽ പ്രവേശിക്കരുത്, ബേഥാവനിൽ പോവുകയുമരുത്. ജീവിക്കുന്ന കർത്താവാണ് എന്ന് ആണയിടരുത്. എന്തെന്നാൽ ദുശാഠ്യമുള്ള പശുക്കുട്ടിയെപ്പോലെ ഇസ്രായേൽ ശാഠ്യം പിടിച്ചു. അതിനാൽ വിശാലമായ പുൽത്തകിടികയിൽ കുഞ്ഞാടിനെ എന്ന പോലെ കർത്താവ് അവരെ മേയ്ക്കും. വിഗ്രഹങ്ങളെ എഫ്രായിം പുണർന്നിരിക്കുന്നു, അവനെ തനിയെ വിടുക. അവരെ മദ്യം വഴിതെറ്റിക്കുന്നു, അവർ നിരന്തരം വ്യഭിചാരത്തിൽ മുഴുകുന്നു. മഹിമയേക്കാൾ മ്ലേച്ഛത തന്നെ കാക്ഷിക്കുന്നു. തങ്ങളുടെ ബലികളെക്കുറിച്ച് അവർ ലജ്ജിക്കേണ്ടതിന് കാറ്റിൻ്റെ ചിറകുകളിൽ അവർ ബന്ധിക്കപ്പെട്ടു കഴിഞ്ഞു. ഹോശേയുടെ പുസ്തകം 5-ാം അധ്യായം. ജനത്തിനും നേതാക്കന്മാർക്കുമെതിരെ. പുരോഹിതന്മാരെ ഇത് കേൾക്കുവിൻ, ഇസ്രായേൽ ഭവനമേ ശ്രദ്ധിക്കുവിൻ, രാജകുടുംബമേ ചെവിക്കൊള്ളുവിൻ. നിശ്ചയമായും നിങ്ങൾക്കുള്ളതാണ് ന്യായവിധി. കാരണം നിങ്ങൾ മിസ്പായിൽ ഒരു കെണിയും താബോറിൽ വിരിച്ച വലയുമായി തീർന്നു. കലാപകാരികൾ കശാപ്പ് രൂക്ഷമാക്കി. ഞാനാകട്ടെ അവർക്കെല്ലാം ശിക്ഷകനാകും. എഫ്രായിമിനെ എനിക്കറിയാം, ഇസ്രായേൽ എന്നിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല. എഫ്രായിം, നീ ഇപ്പോൾ നിശ്ചയമായും പരസംഗം ചെയ്തു. ഇസ്രായേൽ മലിനമായി തീർന്നു. തങ്ങളുടെ ദൈവത്തിങ്കിലേക്ക് തിരിയാൻ അവരുടെ തന്നെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല. കാരണം വ്യഭിചാരാസക്തി അവരുടെ മധ്യേ ഉണ്ട്. കർത്താവിനെയാകട്ടെ അവർ അറിയുന്നുമില്ല. ഇസ്രായേലിൻ്റെ അഹങ്കാരം തിരുസാന്നിധ്യത്തിനെതിരെ സാക്ഷ്യം നൽകി. അതിനാൽ ഇസ്രായേലും എഫ്രായിമും തങ്ങളുടെ അകൃത്യത്തിൽ തട്ടി വീഴുന്നു. യൂദായും അവരോടൊപ്പം ഇടറി വീഴുന്നു. തങ്ങളുടെ ആട്ടിൻപറ്റങ്ങളും കാലിക്കൂട്ടങ്ങളുമായി അവർ കർത്താവിനെ അന്വേഷിച്ചു പോകും, എന്നാൽ അവർ കണ്ടെത്തുകയില്ല. അവിടുന്ന് അവരെ വിട്ടകന്നിരിക്കുന്നു. അവർ കർത്താവിനോട് അവിശ്വസ്തരായിത്തീർന്നു. കാരണം ജാരസന്തതികൾക്കാണ് അവർ ജന്മം നൽകിയത്. ഇപ്പോൾ അമാവാസി അവരെ അവരുടെ ഓഹരികളോടൊപ്പം വിഴുങ്ങും. സഹോദരർ തമ്മിൽ യുദ്ധം. ഗിബയായിൽ കൊമ്പ് വിളിക്കുവിൻ, റാമായിൽ കാഹളവും. ബെദാവനിൽ ആപൽ സൂചന നൽകുവിൻ. ബെഞ്ചമിൻ വിറകൊള്ളട്ടെ. ശിക്ഷാദിനത്തിൽ എഫ്രായിം ശൂന്യമാകും. ഇസ്രായേൽ ഗോത്രങ്ങളിൽ സുനിശ്ചിതമായത് ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. യൂദയയുടെ നായകന്മാർ അതിർത്തിരേഖ മാറ്റുന്നവരെ പോലെ ആയിത്തീർന്നു. എൻ്റെ ക്രോധം അവരുടെ മേൽ ഞാൻ വെള്ളം പോലെ ഒഴുക്കും. മിഥ്യയെ പിന്തുടരാൻ ഉറച്ചിരുന്നതിനാൽ എഫ്രായിം മർദ്ദിതനായിത്തീർന്നു. അവൻ നീതിവിധിയിൽ തകർന്നവനായി. ഞാനോ എഫ്രായിമിന് കീടം പോലെയാണ്, യൂദാഭവനത്തിന് വ്രണം പോലെയും. എഫ്രായിം തൻ്റെ രോഗവും യൂദാ തൻ്റെ മുറിവും കണ്ടപ്പോൾ എഫ്രായിം അസീറിയയിലേക്ക് പോയി മഹാരാജാവിൻ്റെ അടുത്തേക്ക് ആളയച്ചു. എന്നാൽ നിങ്ങളെ സുഖപ്പെടുത്താൻ അവന് കഴിഞ്ഞില്ല. നിങ്ങളുടെ മുറിവ് സുഖപ്പെട്ടതുമില്ല. കാരണം എഫ്രായിമിന് ഞാൻ സിംഹത്തെ പോലെയും യൂദാഭവനത്തിന് യുവസിംഹത്തെ പോലെയുമാണ്. ഞാൻ തന്നെ കടിച്ചു കീറിയിട്ട് പൊയ്ക്കളയും. അവരെ വലിച്ചിഴയ്ക്കും. വിമോചകനായി ആരുമുണ്ടാവില്ല. അവർ അനുതപിച്ച് എൻ്റെ സാന്നിധ്യം തേടുന്നതുവരെ ഞാൻ എൻ്റെ സ്ഥലത്തേക്ക് തിരിച്ചു പോകും. തങ്ങളുടെ വ്യഥയിൽ അവർ തീക്ഷ്ണതയോടെ എന്നെ അന്വേഷിക്കും. ഹോശേയ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം. ആത്മാർത്ഥമല്ലാത്ത അനുതാപം. വരുവിൻ, നമുക്ക് കർത്താവിങ്കിലേക്ക് മടങ്ങാം. കാരണം നമ്മെ സുഖപ്പെടുത്താനാണ് അവിടുന്ന് നമ്മെ ചീന്തിക്കളഞ്ഞത്. നമ്മെ വെച്ചുകെട്ടാൻ അവിടുന്ന് പ്രഹരിച്ചു കൊള്ളട്ടെ. 2 ദിവസത്തിന് ശേഷം അവിടുന്ന് നമുക്ക് ജീവൻ തരും. തിരുമുമ്പിൽ നാം ജീവിക്കേണ്ടതിനായി 3-ാം ദിവസം അവിടുന്ന് നമ്മെ ഉയർപ്പിക്കും. അറിവ് നേടാൻ നമുക്ക് കർത്തൃജ്ഞാനം അഭ്യസിക്കാം. മഴയെന്ന പോലെ ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ നമ്മുടെ അടുത്തേക്ക് വരാനുള്ള അവിടുത്തെ പുറപ്പാട് പ്രഭാതം പോലെ സുനിശ്ചിതമാണ്. എഫ്രായിം, ഞാൻ നിന്നോട് എന്തു ചെയ്യും? യൂദാ, ഞാൻ നിന്നോട് എന്തു ചെയ്യും? നിങ്ങളുടെ സ്നേഹം പ്രഭാതമേഘം പോലെയും ശീഘ്രം മാഞ്ഞു പോകുന്ന മഞ്ഞുപോലെയുമാണ്. അതിനാൽ പ്രവാചകന്മാർ വഴി ഞാൻ അവരെ പിളർന്നു. എൻ്റെ അധരത്തിൻ്റെ വചനങ്ങളാൽ ഞാൻ വധിച്ചു. എൻ്റെ ന്യായവിധി പ്രകാശം പോലെ പുറപ്പെടും. കാരണം ബലിയല്ല, സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ദഹനബലികളേക്കാൾ ദൈവജ്ഞാനവും.
എന്നാൽ ആദാമിൽ വെച്ച് അവർ ഉടമ്പടി ലംഘിച്ചു. അവിടെ വെച്ച് അവർ എന്നോട് അവിശ്വസ്തത കാണിച്ചു. ദുഷ്കർമ്മികളുടെ നഗരവും രക്തപ്പാടുമുള്ളതാണ് ഗിലെയാദ്. ആളെ കാത്ത് പതിയിരിക്കുന്നവരെ പോലെയാണ് പുരോഹിത വൃന്ദം. ഷെഖമിലേക്കുള്ള വഴിയിൽ അവർ കൊല നടത്തുന്നു. അതെ, അവർ ഹീനകൃത്യം ചെയ്തു. ഇസ്രായേൽ ഭവനത്തിൽ ഞാൻ ഭീകരമായ ഒരു കാര്യം കണ്ടു. എഫ്രായിമിൻ്റെ പരസംഗം അവിടെയുണ്ട്. ഇസ്രായേൽ മലിനമായിരിക്കുന്നു. എൻ്റെ ജനത്തിൻ്റെ അടിമത്തം ഞാൻ തിരിച്ചു കൊണ്ടുവരുമ്പോൾ, യൂദ, ഞാൻ നിനക്കും ഒരു കൊയ്ത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. ഹോസിയയുടെ പുസ്തകം 7-ാം അധ്യായം. ഇസ്രായേലിൻ്റെ ഉപജാപങ്ങൾ. ഞാൻ ഇസ്രായേലിനെ സുഖപ്പെടുത്തുമ്പോൾ എഫ്രായിമിൻ്റെ അകൃത്യവും സമറിയായുടെ തിന്മയും വെളിപ്പെടും. കാരണം അവർ വഞ്ചന ചെയ്തു. കള്ളനകത്ത് കടക്കുന്നു, കവർച്ചക്കാരൻ പുറത്ത് കൊള്ള നടത്തുന്നു. അവരുടെ ദുഷ്കർമ്മങ്ങളെല്ലാം ഞാൻ ഓർക്കുന്നുവെന്ന് അവർക്ക് ചിന്തയില്ല. ഇപ്പോൾ അവരുടെ പ്രവൃത്തികൾ അവരെ വലയം ചെയ്തിരിക്കുന്നു. അവ എൻ്റെ മുമ്പിലുണ്ട്. തങ്ങളുടെ ദുഷ്ടത കൊണ്ട് അവർ രാജാവിനെ സന്തോഷിപ്പിക്കുന്നു, തങ്ങളുടെ നുണകൾ കൊണ്ട് പ്രഭുക്കന്മാരെയും. അവരെല്ലാം വ്യഭിചാരികളാണ്. അപ്പക്കാരൻ കത്തിക്കുന്ന അടുപ്പ് പോലെയാണ്. മാവ് കുഴയ്ക്കുന്നത് മുതൽ അത് പുളിക്കുന്നത് വരെ അവനത് ആളിക്കത്തിക്കുകയില്ല. നമ്മുടെ രാജാവിൻ്റെ ദിനത്തിൽ പ്രഭുക്കന്മാർ വീഞ്ഞിൻ്റെ ലഹരിയിലാണ്ടു. നിന്ദകരുമായി അവർ കൈകോർത്തു. എന്തെന്നാൽ പതിയിരിക്കുമ്പോൾ തങ്ങളുടെ ഹൃദയം അവർ അടുപ്പ് പോലെ കൂട്ടുന്നു. രാത്രി മുഴുവൻ അവരുടെ അപ്പക്കാരൻ ഉറങ്ങുന്നു. പ്രഭാതത്തിൽ അഗ്നിജ്വാല പോലെ കത്തിക്കുന്നവനാണ് അവൻ. അടുപ്പ് പോലെ അവരെല്ലാവരും തപ്തരാണ്. തങ്ങളുടെ ഭരണാധിപന്മാരെ അവർ വിഴുങ്ങിക്കളയും. അവരുടെ രാജാക്കന്മാരെല്ലാം നിലംപതിച്ചു. അവരിൽ എന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഒരുവനുമില്ല. ജനതകളുമായി എഫ്രായിം ഇടകലരുന്നു. മറച്ചിടാതിരുന്ന അപ്പമായി എഫ്രായിം മാറി. വിദേശികൾ അവൻ്റെ ശക്തി കവർന്നു. അവനാകട്ടെ അതറിയുന്നില്ല. കൂടാതെ അവൻ്റെ മുടി നരച്ചു തുടങ്ങി. അവനാകട്ടെ അതറിയുന്നില്ല. ഇസ്രായേലിൻ്റെ അഹങ്കാരം അവനെതിരെ സാക്ഷ്യം നൽകും. എന്നാൽ അവർ തങ്ങളുടെ ദൈവമായ കർത്താവിങ്കലേക്ക് തിരിഞ്ഞില്ല. ഇവയിലൊന്നും അവിടുത്തെ അന്വേഷിച്ചതുമില്ല. മൂഢയും അവിവേകിയുമായ മാടപ്രാവിനെ പോലെയാണ് എഫ്രായിം. അവർ ഈജിപ്തിനെ വിളിച്ചു. അവർ അസിറിയയിലേക്ക് പോയി. അവർ പോകുമ്പോൾ എൻ്റെ വല അവരുടെ മേൽ ഞാൻ വീശും. ആകാശപ്പറവയെന്ന പോലെ അവരെ ഞാൻ വീഴ്ത്തും. അവരുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ ഞാൻ അവരെ ശിക്ഷിക്കും. എന്നിൽ നിന്ന് അകന്നു പോയതിനാൽ അവർക്ക് ദുരിതം. അവർ എന്നെ എതിർത്തതിനാൽ അവർക്ക് നാശം. ഞാൻ അവരെ രക്ഷിക്കുമായിരുന്നു, എങ്കിലും അവർ എനിക്കെതിരെ വ്യാജം പറഞ്ഞു. ഹൃദയപൂർവ്വം എൻ്റെ നേർക്ക് അവർ നിലവിളിച്ചില്ല. എന്നാൽ അവർ കിടക്കമേൽ വിലപിക്കുന്നു. ധാന്യത്തിനും വീഞ്ഞിനും വേണ്ടി അവർ തങ്ങളെ തന്നെ കളങ്കപ്പെടുത്തുന്നു. അവർ എന്നെ വിട്ടുപോകുന്നു. ഞാനാണ് അവരുടെ കരങ്ങൾക്ക് പരിശീലനവും ശക്തിയും നൽകിയത്. എന്നിട്ടും അവർ എന്നെക്കുറിച്ച് തിന്മ നിരൂപിക്കുന്നു. അവർ ബാലിലേക്ക് തിരിയുന്നു. ചതിക്കുന്ന വില്ല് പോലെയാണ് അവർ. തങ്ങളുടെ നാവിൻ്റെ ഔദത്യം നിമിത്തം അവരുടെ പ്രഭുക്കന്മാർ വാളാൽ പതിക്കും. ഇതായിരിക്കും ഈജിപ്ത് ദേശത്ത് അവർക്കുള്ള അപഹാസം. സങ്കീർത്തനങ്ങൾ 103. കർത്താവിൻ്റെ പിതൃതുല്യമായ ആർദ്രത. ദാവീദിൻ്റേത്. എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക. എൻ്റെ അന്തരംഗം മുഴുവനുമേ അവിടുത്തെ വിശുദ്ധനാമത്തെയും. എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക. അവിടുത്തെ ദാനങ്ങളൊന്നും നീ മറക്കരുത്. അവിടുന്ന് നിൻ്റെ സകല കുറ്റവും ക്ഷമിക്കുന്നവനാണ്. നിൻ്റെ സകല രോഗവും സുഖപ്പെടുത്തുന്നവനാണ്. അവിടുന്ന് നിൻ്റെ ജീവൻ കുഴിയിൽ നിന്ന് വീണ്ടെടുക്കുന്നവനാണ്. കരുണയും ആർദ്രതയും കൊണ്ട് അവിടുന്ന് നിന്നെ മകുടമണിയിക്കുന്നു. അവിടുന്ന് നിൻ്റെ ജീവിതകാലം നന്മ കൊണ്ട് സംതൃപ്തമാക്കുന്നവനാണ്. നിൻ്റെ യൗവനം കഴുകൻ്റേതുപോലെ നവീകരിക്കപ്പെടുന്നു. എല്ലാ മർദ്ദിതർക്കും നീതി കൃത്യങ്ങളും ന്യായവിധികളും നടപ്പിലാക്കുന്നവനാണ് കർത്താവ്. മോശയോട് തൻ്റെ വഴികളും ഇസ്രായേല്യരോട് തൻ്റെ പ്രവൃത്തികളും പ്രഖ്യാപിക്കുന്നവനാണ് അവിടുന്ന്. കർത്താവ് ആർദ്രനും ദയാലുവും കോപവിമുഖനും കരുണാനിധിയുമാണ്. അവിടുന്ന് എപ്പോഴും പിണങ്ങിയിരിക്കുകയില്ല. അവിടുന്ന് എന്നേക്കും കോപം പുലർത്തുകയില്ല. നമ്മുടെ പാപങ്ങൾക്കൊത്ത് അവിടുന്ന് നമ്മോട് പ്രവർത്തിക്കുന്നില്ല. നമ്മുടെ കുറ്റങ്ങൾക്കൊത്ത് നമുക്കെതിരെ പ്രതികരിക്കുന്നില്ല. എന്തെന്നാൽ ഭൂമിക്ക് മേൽ ആകാശം ഉയർന്നു നിൽക്കുന്നത് പോലെ അവിടുത്തെ കാരുണ്യം അവിടുത്തെ ഭയപ്പെടുന്നവരുടെ മേൽ പ്രബലമാണ്. കിഴക്ക് പടിഞ്ഞാറിൽ നിന്ന് അകന്നിരിക്കുന്നത് പോലെ അവിടുന്ന് നമ്മുടെ അതിക്രമങ്ങൾ നമ്മിൽ നിന്ന് അകറ്റി. മക്കളുടെ മേൽ പിതാവ് ആർദ്രനായിരിക്കുന്നത് പോലെ തന്നെ ഭയപ്പെടുന്നവരുടെ മേൽ കർത്താവ് ആർദ്രനായിരിക്കുന്നു. എന്തെന്നാൽ നമ്മുടെ രൂപം അവിടുന്ന് അറിയുന്നു. നാം പൊടിയാണെന്ന് അവിടുന്ന് സ്മരിക്കുന്നു. സ്വന്തം ദിനങ്ങൾ
തൃണതുല്യമായവനാണ് മർത്യൻ. വയലിലെ പുഷ്പം പോലെ അവൻ വിരിയുന്നു. അതിന്മേൽ കാറ്റടിക്കുമ്പോൾ അതില്ലാതാകുന്നു. അതിൻ്റെ ഇടം പിന്നീട് അതിനെ പരിഗണിക്കുന്നില്ല. എന്നാൽ കർത്താവിനെ ഭയപ്പെടുന്നവരുടെ മേൽ ആദ്യം മുതൽ എന്നേക്കും അവിടുത്തെ കാരുണ്യമുണ്ടായിരിക്കും. അവിടുത്തെ നീതിയാകട്ടെ മക്കളുടെ മക്കളിലേക്കും അവിടുത്തെ ഉടമ്പടി പാലിക്കുന്നവരിലേക്കും തിരുപ്രമാണങ്ങൾ നിവർത്തിക്കാൻ അവ സ്മരിക്കുന്നവരിലേക്കുമാണ്. കർത്താവ് തൻ്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. അവിടുത്തെ സാമ്രാജ്യം എല്ലാറ്റിനെയും ഭരിക്കുന്നു. കർത്താവിൻ്റെ മാലാഖമാരെ, അവിടുത്തെ വചനം നിവർത്തിക്കുന്ന ശക്തിമത്തരെ, അവിടുത്തെ ആജ്ഞാസ്വരം ശ്രവിക്കാനായി അവിടുത്തെ വാഴ്ത്തുവിൻ. കർത്താവിൻ്റെ സകല സൈന്യങ്ങളുമേ, തിരുഹിതം നിറവേറ്റുന്ന അവിടുത്തെ സേവകന്മാരെ, നിങ്ങളവിടുത്തെ വാഴ്ത്തുവിൻ. കർത്താവിൻ്റെ സകല സൃഷ്ടികളുമേ, അവിടുത്തെ അധികാര സീമകളിലെല്ലാം അവിടുത്തെ വാഴ്ത്തുവിൻ. എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക.